നമസ്കാരം. ധന്യ മൾട്ടി ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്ത് ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിടുക കേട്ടോ. ഇന്ന് നമുക്ക് വീഡിയോ ചെയ്യുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. എന്താണെന്നറിയോ, ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആ സമയത്ത് 13-14 വർഷമായി ബ്രോക്കർ പണി തുടങ്ങി എങ്കിലും യൂട്യൂബ് ചാനലായിട്ട് തുടങ്ങിയ ആ സമയത്ത് എനിക്ക് സുഭാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേട്ടൻ 43 വയസ്സ് 10ാം ക്ലാസ് ഗുസ്തിയായിട്ടുള്ള ഒരു ചേട്ടൻ ബയോഡാറ്റ തന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ പൊന്നു ദൈവമേ, എന്താ പറയുക, എത്ര നാളായി എന്നറിയോ അതിന് പെണ്ണ് നോക്കി തുടങ്ങിയിട്ട്. ഇപ്പോൾ 3 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ചാനൽ തുടങ്ങിയ ആ സമയത്ത് തന്നിരിക്കണതാ. ഓരോരുത്തർക്ക് ഇട്ട് കൊടുത്ത് ഇപ്പം അങ്ങോട്ട് ഒരെണ്ണം ക്ലിക്കായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കിൽ ഒരു പെൺകുട്ടിയുടെ അമ്മ എൻ്റെ നമ്പർ തന്നെ ബ്ലോക്കാക്കി പോവുകയും ചെയ്തു. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആയിരക്കണക്കിന് ആൺകുട്ടികളിൽ ഡീറ്റെയിൽസ് ബയോഡാറ്റ തരുമ്പോൾ എൻ്റെ ദൗത്യം എന്താ, എന്നെ വിശ്വസിച്ച് വരുന്നവർക്ക് നമ്മൾ കല്യാണം സെറ്റാക്കി കൊടുക്കുക. അത് കല്യാണം നടക്കുന്നത് വരെ ഞാൻ അതിൻ്റെ പിന്നിൽ തന്നെയായിരിക്കും. മനസ്സിലായോ? അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ അവരെ ഇടയ്ക്ക് വിളിക്കും, ഇന്ന ആൾക്ക് പറ്റുമോ, ഇന്ന ആളുടെ ഡീറ്റെയിൽസ് പറ്റുമോ എന്ന് ചോദിച്ചാൽ അവർക്ക് ഇട്ട് കൊടുക്കും. പിന്നെ അവരെ വിളിക്കും, താല്പര്യമാണോ എന്ന് ചോദിക്കും. അപ്പോൾ താല്പര്യമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പയ്യൻ്റെ അത് മാറ്റി വെച്ച് വെച്ചിട്ട് അതോടുകൂടി ഉപേക്ഷിക്കല്ലോ. പിന്നെ അപ്പോൾ വേറെ പയ്യൻ്റെ ഡീറ്റെയിൽസ് എടുക്കും, അത് ഇട്ട് കൊടുക്കും, അവർക്ക് പറ്റിയതാണോ എന്നുള്ളത് ചോദിക്കും. തന്നെയാണല്ലോ എൻ്റെ പണി. ഒരു ദിവസം നേരം വെളുത്ത വൈകുന്നേരം വരെ ഇരക്കാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ള പെൺകുട്ടികളുടെ അച്ഛനോടും അമ്മോടും ഇരക്കുന്നതാണ് എൻ്റെ ജോലി. ശരിക്കും ഈ ഒരു യാചകയുടെ റോളാണ് ഇപ്പോൾ എന്നുള്ളത് ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾക്കൊക്കെ കല്യാണം ശരിയാക്കി കൊടുക്കണ്ടേ. അപ്പോൾ കുത്തിയിരുന്ന് മറ്റേയാളെയൊക്കെ വിളിക്കുക, അതേപോലെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക, ഫീൽഡിൽ പോവുക, ഇതൊക്കെയാണ് എൻ്റെ ജോലി കേട്ടോ. പിന്നെ ഇൻഷുറൻസ് അഡ്വൈസറായി വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഈ ബ്രോക്കർ പണി എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യുന്നത്. കാരണം എൻ്റെ അമ്മ ഒരു ബ്രോക്കറായിരുന്നു. അമ്മയൊക്കെ കല്യാണങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ സാരി മേടിച്ചുകൊണ്ടിരും. അങ്ങനത്തെ ഒരു ബ്രോക്കറായിരുന്നു. അത് കാരണം എനിക്കത് വിടാൻ ഇഷ്ടമില്ല. അത് താല്പര്യമാണ്, അത് ഇഷ്ടത്തോടു കൂടി ചെയ്യണതാണ് കേട്ടോ. അപ്പം നമുക്ക് എന്നെ വിശ്വസിച്ച് വരുന്ന ഓരോ പയ്യന്മാർക്കും എന്നും നടക്കും, എപ്പോൾ നടക്കുന്നതെന്ന് എനിക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. പക്ഷെ അവരുടെ കല്യാണം നടക്കുന്നത് വരെ നമ്മൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായി? ഇപ്പോൾ ഈ സുഭാഷ് ചേട്ടൻ അതേപോലെയാണ് സെറ്റായത്. പാവം അത് ഇടയ്ക്ക് വിളിക്കുമ്പോൾ പറയും, തന്നെ ഇപ്പം എനിക്ക് പ്രതീക്ഷ ഇല്ലാണ്ടായി, ഇനി കല്യാണമൊന്നും നടക്കുമെന്ന് തോന്നണില്ല, 45 വയസ്സായില്ലേ എന്നൊക്കെ പറയും. 42 വയസ്സിലങ്ങോട്ടാണ് പാവയ്ക്ക് ഡീറ്റെയിൽസ് തന്നേക്കണത് കേട്ടോ. പാവം തോന്നും. അപ്പോൾ അത് ഇപ്പോൾ അങ്ങോട്ട് സെറ്റായി എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ അതൊരു സന്തോഷം പറയുമ്പോൾ. അപ്പം ഇനി ഒരുപാട് പയ്യന്മാർ നമുക്ക് തന്നിട്ടുണ്ട്, അവർക്കൊക്കെ സെറ്റാക്കി കൊടുക്കണം. എന്തായാലും നമ്മളൊരു ചലഞ്ചായിട്ട് എടുക്കുകയാണ് അത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെന്നെ വിളിച്ച് സെറ്റാക്കുക, അല്ലാണ്ട് വേറെ മാർഗ്ഗമൊന്നുമില്ല. പെൺകുട്ടികളുള്ളവരുടെ അടുത്തല്ലേ പോയി ചോദിക്കാൻ പറ്റുള്ളൂ. അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തരട്ടെ. പഠിപ്പുണ്ട് വെച്ചിട്ട് ഇപ്പോൾ മിണ്ടാണ്ട് കുത്തിരിക്കാനൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതിൻ്റെ ഇടയിൽ പുഷ്പ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേച്ചി ബ്ലോക്കാക്കിന്ന് എൻ്റെ നമ്പർ. അതെന്താ സംഭവം വെച്ചാൽ, ഈ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, ഓരോ പയ്യന്മാരുടെ ഇട്ട് കൊടുക്കും. അത് സെറ്റായില്ലെങ്കിൽ അടുത്ത പയ്യന്മാരുടെ ഇടും. അപ്പോൾ വിളിച്ച് ചോദിക്കല്ലേ. അപ്പോൾ അവർക്ക് എന്തോ ബുദ്ധിമുട്ടായിട്ടോ എന്താണെന്നറിയില്ല, ചേച്ചി ബ്ലോക്ക് ചെയ്തു എൻ്റെ നമ്പർ. അപ്പോൾ എന്തായാലും പുഷ്പേച്ചി, നിങ്ങൾ എൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്തു, ശരി, സമ്മതിച്ചു. പക്ഷേ നിങ്ങൾ നല്ല അച്ഛനും അമ്മയ്ക്കും പിറന്ന മക്കളേനെയാണ് വേണ്ടാന്ന് വെച്ച് പോയിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി. എൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്തുകൊണ്ട് എനിക്കൊരു ചുക്കും വരാനില്ല. നിങ്ങളുടെ മകൾക്ക് തന്നെയാണ് നഷ്ടം വരിക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല അച്ഛനും അമ്മയ്ക്കും പിറന്ന നല്ല ആൺകുട്ടികളെന്നെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കണ്ടെത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ കൂടെ ജീവിക്കാനുള്ള ഭാഗ്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നുള്ളൂ. അല്ലാണ്ട് എനിക്ക് ഒരു വിഷമമില്ല കേട്ടോ. അപ്പോൾ ചേച്ചിക്ക് എപ്പോഴാണ് നല്ല ചിന്താ സമയം വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്പർ ഓപ്പൺ ചെയ്യുക, അപ്പം ഞാൻ വിളിക്കും. എനിക്ക് ദേഷ്യവും കാര്യങ്ങളൊന്നുമില്ല, ഞാൻ വിളിക്കും, ഒരു നാണമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ വേറെ ഒന്നല്ലല്ലോ, ഓരോ പയ്യന്മാർക്ക് കൊടുക്കുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിക്കണുള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നല്ലല്ലോ പറയുന്നത്, തെറ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയണില്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് ഒരു പയ്യൻ്റെ ഡീറ്റെയിൽസ് തന്നു, ഇഷ്ടമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്റി വയ്ക്കണോ, അടുത്തത് തരണോ, അതെൻ്റെ ജോലിയാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി, ഇല്ലേ പിടുത്തം വിട്ടോ, എനിക്ക് യാതൊരു കുഴപ്പമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല അച്ഛനും അമ്മയ്ക്കും പറഞ്ഞ നല്ല ചുണക്കുട്ടന്മാരായിട്ടുള്ള ആൺകുട്ടികളെ തന്നെയാണ് ഞാൻ കൊണ്ടുവരുന്നത്. അത് നിങ്ങൾ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് എൻ്റെ നഷ്ടം. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ജോലിയിലേക്ക് കിടക്കുകയാണ്. ഇന്ന് ഈഴവ കാസ്റ്റിൽ വരുന്ന 2 കുട്ടികളുടെ ഡീറ്റെയിൽസാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അത് കണ്ടു കേട്ട് മനസ്സിലാക്കി താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറായ 9961 094 206 എന്ന നമ്പറിലേക്ക് കോൾ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ
ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഓക്കെ, കുട്ടിയുടെ പേര് എ എന്ന ലെറ്ററിൽ സൂചിപ്പിക്കുന്നു. 29 വയസ്സ്, ചിത്തിര നക്ഷത്രം, 5'3" ഹൈറ്റ്, വെളുത്ത നിറം, BCom ACCA ആണ് ക്വാളിഫിക്കേഷൻ, എംപ്ലോയിഡ് ഇൻ ബാംഗ്ലൂർ, ഗുരുവായൂർ കോട്ടപ്പടിയുള്ള പെൺകുട്ടിയാണ് കേട്ടോ. അതേപോലെ അച്ഛൻ, അമ്മ, 2 സിസ്റ്ററാണ് കുട്ടിക്കുള്ളത് എന്ന് പറയുന്നു. ചിത്തിര നക്ഷത്രം. അടുത്ത കുട്ടിയുടെ പേര് ബി, 27 വയസ്സ്, പൂയം നക്ഷത്രം, ഹിന്ദു ഈഴവ, അതുപോലെ തന്നെ 154 സെൻറ്റിമീറ്റർ ഹൈറ്റ്, മീഡിയം കളർ, MCA ആണ് ക്വാളിഫിക്കേഷൻ, അതുപോലെ തന്നെ പുനയൂർക്കുളം, തൃശ്ശൂർ. അച്ഛൻ, അമ്മ, അതേപോലെ 2 ബ്രദറാണ് കുട്ടിക്കുള്ളത് കേട്ടോ. പൂയം നക്ഷത്രം. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.